വന്യജീവി ആക്രമണങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നിതാന്ത ജാഗ്രത പാലിക്കണമെന്ന് വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. കടുവ ചത്തതുകൊണ്ട് പ്രശ്നം അവസാനിക്കുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു. കൂടുതൽ തെരച്ചിലിനായി ജനകീയ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി എന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ വിശദീകരിച്ചു. കാരണം ഇനി അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണം, അതിനുള്ള നിതാന്ത ജാഗ്രത പുലർത്തണം. അത് സംബന്ധിച്ച് ഇന്ന് രാവിലെ ബന്ധപ്പെട്ട മുതിർന്ന വനം വകുപ്പിലെയും ഗവൺമെൻറ്റിലെയും ഉദ്യോഗസ്ഥന്മാരുമായും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായും ആലോചിച്ചു. വയനാട് ജില്ലയിലെ 3 ഡിവിഷനുകളായി നിൽക്കുന്ന 6 റേഞ്ചുകൾ തിരിച്ച് ആ 6 റേഞ്ചുകളിലും ചൊവ്വ, ബുധൻ, വ്യാഴം എന്നീ 3 ദിവസം ഒരു ജനകീയ പരിശോധന നടത്തുകയാണ്. ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് മുഴുവൻ സ്ഥലങ്ങൾ, മുഴുവൻ കാടും. ഇപ്പോൾ വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ വളരെ ഗൗരവമായി ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വനം വകുപ്പ് വളരെ സമഗ്രമായി ഇപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ആകെ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് നരഭോജി കടുവ ചത്തെങ്കിലും അതുകൊണ്ടും മാത്രം തീരുന്ന പ്രശ്നമല്ല അവിടെ ഉള്ളത് എന്നാണ് സൂചിപ്പിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടികൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എങ്ങനെ ജനങ്ങളുടെ കൂടി ആവശ്യം പരിഗണിച്ചുള്ള ജനകീയ ആക്ഷൻ പ്ലാനിലേക്ക് നീങ്ങുകയാണ് വനം വകുപ്പ്. അതേക്കുറിച്ചാണ് മന്ത്രി വിശദീകരിച്ചതാണ് നമ്മൾ കണ്ടത്. ഈ അടിക്കാടുകൾ പൂർണ്ണമായും വെട്ടും, അതുപോലെ തന്നെ ഈ കാടുകൾ കേന്ദ്രീകരിച്ച് ദിവസങ്ങൾ ഇടവിട്ടുള്ള പരിശോധന, ചൊവ്വ, ബുധൻ, വ്യാഴം തീയതികളിൽ ജനകീയ പരിശോധന എന്ന് വെച്ചാൽ വിദഗ്ധ സംഘമാണ് രാവും പകലും പരിശോധനകൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരുന്നത്. അതിൽ നാട്ടുകാരുടെ ഒരു പങ്കാളിത്തം കൂടി ഉണ്ടാകും എന്നതാണ് ആ ജനകീയ തെരച്ചിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് മന്ത്രി പറഞ്ഞത്. ഈ നരഭോജി കടുവ ചത്തതുകൊണ്ട് മാത്രം തീരുന്ന പ്രശ്നമല്ല അവിടെയുള്ളത് എന്നാണ് മന്ത്രി പറഞ്ഞത്. അങ്ങേയറ്റം ഗൗരവമുള്ള ഒരു വിലയിരുത്തലാണ് മന്ത്രി നടത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും RRT സംഘവും വിദഗ്ധ സംഘവുമൊക്കെ തുടർന്ന് അങ്ങോട്ടും ഈ ദിവസങ്ങളിൽ ശക്തമായ തെരച്ചിൽ ആ മേഖലയിൽ തുടരും എന്ന് തന്നെയാണ് മന്ത്രി പറഞ്ഞതിൽ ഉള്ളത്. അത് അവരെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായ ഒരു തീരുമാനം കൂടിയാണ്.